പാക് അധീന ജമ്മു കശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആ ഭൂമി ഭാരതത്തിന്റേതാണ്. അത് തിരികെ പിടിക്കുക എന്നത് എല്ലാ ഭാരതീയരുടെയും ലക്ഷ്യമാണെന്നും അമിത്ഷാ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വിവരങ്ങൾ. പാക് അധീന കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം തീർച്ചയായും ഭാരതത്തിന്റെ കൈവശമാണ്. സിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ അത് ഭാരതത്തിൽ നിന്നും നഷ്ടപ്പെട്ട 71-ലെ നഷ്ടപ്പെട്ട ആ പ്രദേശം തിരിച്ചു പിടിക്കുക എന്നത് പ്രാഥമികമായ ലക്ഷ്യം, പ്രഥമ ലക്ഷ്യം തന്നെയാണ്. അത് നേടുക തന്നെ ചെയ്യുമെന്ന് പലതവണ അമിത്ഷാ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. വളരെ കൃത്യമായി പാർലമെന്റിൽ പോലും പറഞ്ഞ പാക് അധീന കാശ്മീർ ഭാരതത്തിന്റേതാണെന്ന് വ്യക്തമായ നിലപാട് ആവർത്തിക്കുകയാണ്. മാത്രമല്ല, അതോടൊപ്പം അദ്ദേഹം ഊന്നി പറയുന്നത് അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ്. അതായത് നിലവിൽ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിന്റെ ആ പാക് അധീന കാശ്മീർ ഭാഗം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെ വളരെ വ്യക്തമായി അമിത്ഷാ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് ഓരോ ഭാരതീയനും തന്റെ ഭാരതത്തിന്റെ ആ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ തങ്ങൾ അത്ര കണ്ട് കമ്മിറ്റഡായി അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാട് കൂടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വസ്തുത. മറ്റു പ്രധാന വിഷയങ്ങൾ പലതും ഇതോടൊപ്പം തന്നെ അമിത്ഷാ റെഫർ ചെയ്യുകയും ചെയ്തു. ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയതോടെ ആ പ്രദേശം നശിച്ചു പോകും, അല്ലെങ്കിൽ കാശ്മീർ നശിച്ചു പോകുമെന്ന ദുഷ്പ്രചരണം നടന്നിരുന്നു. ലോകം മുഴുവനുമുള്ള ആളുകൾ അവിടെ എത്തിപ്പെടും, എന്നിട്ട് അവിടെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അത് ഹനിക്കും, കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നടന്നു. എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമായില്ല. അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടാവുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം ദുഷ്പ്രചരണമായിരുന്നു എന്ന് വളരെ കൃത്യമായി അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാന വിഷയം കൂടി, സെപ്റ്റംബറിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന നിലപാടും അദ്ദേഹമുണ്ട്. ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളിതുവരെ, അല്ലെങ്കിൽ വിഭജനകാലം മുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ നമ്മൾ നാളിതുവരെ കേട്ടറിഞ്ഞ കാശ്മീരിനെ സംബന്ധിച്ചൊരു സമീപനമല്ല, മറിച്ച് അത് ഭീകരവാദത്തിന്റെ ഭാഗമായി ആരെങ്കിലും കൈവശപ്പെടുത്തിയ ഭൂമി ഭാരതത്തിന്റേതാണ്, അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു നിലപാട് വ്യക്തമാക്കൽ കൂടിയാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആതിര.